ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 6-7 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോൾ സാറായി അബ്രാമിനോട്, എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി. ഞാൻ എൻ്റെ ദാസി എന്നിൻ്റെ മാർവിടത്തിൽ തന്നു. എന്നാൽ താൻ ഗർഭം ധരിച്ചുവെന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്ദിതയായി. യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അബ്രാം സാറായിയോട്, നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിൻ്റെ അരികെ, ശൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. സാറായിയുടെ ദാസിയെ ഹാഗാരെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ ഹാഗാറിനെ ദൈവത്തിൻ്റെ ദൂതൻ കണ്ടു. ശൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിൻ്റെ അരികെ, ശൂര്യന് പോകുന്ന വഴിയെ നീരുറവിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. 7-ാം വാക്യം. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയുടെ അനുഭവങ്ങൾ എന്നുള്ളതാണ് നാം ചിന്തിച്ചു വരുന്നതായ വിഷയം. നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഹോശേയ പ്രവചനം 2-ാം അധ്യായം 14-ാം വാക്യം ആസ്പദമാക്കിയും എസ്കേൽ പ്രവചനത്തിൽ ഒരു വാക്യം ആസ്പദമാക്കിയും മരുഭൂമിയുടെ അനുഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി. നിങ്ങൾക്ക് ഓർമ്മ കാണും. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിലെ വരണ്ട അനുഭവത്തിൽ, വരണ്ടുണങ്ങിയ അനുഭവത്തിൽ കഴിയുന്നവർ യേശുവിനെ ഓർക്കുക, നീരുറവിൻ്റെ അനുഭവം കിട്ടും. മറ്റെല്ലാം മറന്നാൽ യേശുവിനെ ഓർക്കണം. അത് എപ്പോഴും ഓർക്കണം. നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും, നിങ്ങൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴും, നിങ്ങൾ ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴും, നിങ്ങൾ ഏതെല്ലാം തുറകളിൽ ജോലി ചെയ്യുന്നതോടെയെല്ലാം എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ യേശു യേശു എന്ന ഒരു പേര് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. യേശുവിൻ്റെ നാമം. കാരണം യേശുവിൻ്റെ നാമമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഒരു കൂട്ടായ്മയല്ല, ഞാൻ പറയാറുണ്ടല്ലോ, ഒരു കൂട്ടായ്മയല്ല, ഒരു വ്യക്തിയല്ല, ചില വ്യക്തികളല്ല നമ്മെ രക്ഷിക്കുന്നത്. വ്യക്തികൾക്കാർക്കും നമ്മൾ രക്ഷിക്കാൻ സാധ്യമല്ല, ഒരു കൂട്ടായ്മയ്ക്ക് നമ്മൾ രക്ഷിക്കാൻ സാധ്യമല്ല. ഒരു കൈ ചൂണ്ടി എന്നതുപോലെ നിൽക്കുമെന്ന് മാത്രം. കൈ ചൂണ്ടി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്കും ഒരു കൈ ചൂണ്ടി എറണാകുളത്തേക്ക് ഒരു ചൂണ്ടി, അതേസമയത്ത് ഇപ്പുറത്ത് അങ്ങ് ആലുവയ്ക്ക് ഒരു ചൂണ്ടി എന്നോ മറ്റോ കാണുന്നത് പോലെ ഒരു കൈ ചൂണ്ടി മാത്രം. ആ കൈ ചൂണ്ടിയായിരിക്കുന്ന ആ അടയാളത്തിന് മറ്റൊന്നിനും കഴിവില്ല. കൈ ചൂണ്ടി തരുന്ന ആ സ്ഥലത്തേക്ക് നാം യാത്ര ചെയ്യണം. യാത്ര ചെയ്യേണ്ടത് നമ്മളാണ്. അതുപോലെ ദൈവമക്കൾ വെറും കൈ ചൂണ്ടികൾ മാത്രമാണ്. അവർക്ക് ദൈവം കൃപ ചെയ്ത് ചിലതെല്ലാം ചൂണ്ടിക്കാണിച്ച് തരാൻ പറ്റും. ഇന്ന വഴിക്ക് പോയാൽ ഇന്നടത്ത് എത്താം പറഞ്ഞു തരാൻ പറ്റും. ഇന്ന വഴിക്ക് പോയാൽ യേശുക്രിസ്തുവിൻ്റെ അരികിലെത്താം പറഞ്ഞു തരാൻ പറ്റും. ഇന്ന വഴിക്ക് പോയാൽ നിത്യജീവനിൽ ചെല്ലാൻ പറ്റും, അതും പറഞ്ഞു തരാൻ പറ്റും. വഴി കാണിച്ചു തരും, പക്ഷേ പോകേണ്ടത് നമ്മളാണ്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം. യഥാർത്ഥമായി നമ്മെ നേർപ്പാതയിൽ നടത്തുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ വചനമാണ് നമ്മെ നയിക്കുന്നത് ജീവിതയാത്രയിൽ. ഇതുമാത്രം ക്ലേശങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത്, അല്ലേ? ഈ മരുഭൂമിയിലെ യാത്ര വളരെ ക്ലേശകരമാണ്. ഈ ലോക ജീവിതത്തിൽ നമുക്ക് പ്രാരബ്ധങ്ങളുണ്ട്, ആവലാതികളുണ്ട്, ആകുലങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും തന്നെയുണ്ട്. ഒന്നല്ലെങ്കിൽ ഒന്ന്. ചിലർക്ക് ഏറിയിരിക്കും, ചിലർക്ക് കുറഞ്ഞിരിക്കും. അങ്ങനെ പ്രശ്ന സങ്കീർണമായ ഈ ലോക ജീവിതം അതൊരു മരുഭൂമിക്ക് തുല്യമാണ്. മരുഭൂമി, ഒരിറ്റ് വെള്ളം പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത മരുഭൂമി. അഥവാ എവിടെയെങ്കിലും വെള്ളമുണ്ടെന്ന് തോന്നിയാൽ അതിന് കാനൽ ജലം എന്ന് പറയും. കാനൽ ജലം. അത് മരുഭൂമിയിൽ ചില സ്ഥലത്ത് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം ഓളം വെട്ടുന്നത് തോന്നും. വെള്ളം ഓളം വെട്ടുന്നുണ്ട്. അത് അവിടെ ചെല്ലുമ്പോഴാണ് അവിടെ വെള്ളമില്ല. പിന്നെ അപ്പോൾ ഓളം വെട്ടിയതോ വെള്ളമല്ല. ദൂരെ നിന്ന് നോക്കുന്നയാൾക്ക് സൂര്യപ്രകാശം ആ മണലാരണ്യത്തിൽ അടിക്കുമ്പോൾ, മണൽക്കൂനകൾമേൽ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രത്യേകതയാണ് ഈ ഓളം വെട്ടുന്ന പോലെ തോന്നുന്നത്. നമ്മളെല്ലാം ഈ ലോക ജീവിതത്തിൽ ഇതുപോലെ അനേകം കാനൽ ജലങ്ങളുടെ പിന്നാലെ ഓടിയവരാണ്. അനേകം
ജീവിതത്തിൽ ഒട്ടേറെ നല്ല വെള്ളമുണ്ടെന്ന് വിചാരിച്ച് ചെല്ലുന്ന കൂട്ടായ്മകളുണ്ട്. വെള്ളമുണ്ടെന്ന് വിചാരിച്ച് ചെല്ലുന്നതായി നല്ല പ്രാർത്ഥനാ യോഗങ്ങളുണ്ട്. വെള്ളമുണ്ട്, തണുപ്പ് കിട്ടുമെന്ന് വിചാരിച്ച് ചെല്ലുന്നതായ ചില ഉപദേശങ്ങളുണ്ട്. ഇതെല്ലാം വാസ്തവത്തിൽ തെറ്റായ വഴിയിലൂടെ നമ്മൾ നയിക്കുകയാണ്. പലതും എല്ലാം ഞാൻ പറയാൻ പറ്റുകയില്ല. പലതും. പ്രിയപ്പെട്ടവരെ, നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, അതിന് പരിഹാരം വേണം. നമ്മുടെ ജീവിതത്തിൽ, ഈ യാതനാഭരിതമായ ജീവിതത്തിൽ, വേദനയും കഷ്ടതയും തിങ്ങുന്ന ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഏറെയുണ്ട്, അത് പരിഹാരം വേണം. പരിഹാരം തരാൻ ഒരാൾക്കേ സാധിക്കുകയുള്ളൂ, യേശുക്രിസ്തുവിന് മാത്രം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. അത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. യേശുക്രിസ്തുവിന് മാത്രമേ പരിഹാരം തരാൻ സാധിക്കുകയുള്ളൂ. യേശുക്രിസ്തു പരിഹാരം തരികയും ചെയ്യും. യാചിച്ചാൽ പരിഹാരം തരും. നമ്മുടെ ജീവിതത്തിൻ്റെ ഊഷരമായ അനുഭവങ്ങൾ, ചുട്ടുപഴുത്തിയ അനുഭവങ്ങൾ, വളരെ വേദനാഭരിതമായ അനുഭവങ്ങൾ അങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ആശ്വാസം തരും കർത്താവായ യേശുക്രിസ്തു. ഹാഗാർ മരുഭൂമിയിൽ കൂടി ഓടുകയായിരുന്നു. പാവം, ഓടാൻ പ്രാപ്തിയുണ്ടായിട്ടല്ല. ഹാഗാർ മരുഭൂമിയിൽ കൂടി ഓടുന്നത്, അവൾ പൂർണ്ണ ഗർഭിണിയാണ്. പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ വലഞ്ഞ് ഓടുകയാണ്. കാരണം അവൾ ഏകാഗിയാണ്. അവളെ അവളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവളുടെ വീടല്ല, അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന്. അബ്രഹാം പിതാവിനെ പറ്റിയ ഒരബദ്ധമാണ് വാസ്തവത്തിൽ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയത്. 30 ദിവസം 12-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. അബ്രഹാം ഹാരാനിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം അബ്രഹാം ഇടയ്ക്ക് മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. ക്ഷാമം വന്നപ്പോൾ ഒരു വഴി തെറ്റിപ്പോയി. മിസ്രൈമിൽ ചെന്ന് തിരിച്ചു പോരുമ്പോൾ അവിടെ നിന്നൊരു ദാസിയെ കിട്ടി. മിസ്രൈം ഈജിപ്റ്റാണ്. ഈജിപ്തിൽ നിന്ന് ഒരു വേലക്കാരിയെ കിട്ടി. സാറ പറഞ്ഞു കാണും, പക്ഷേ ഇങ്ങനെ പറഞ്ഞു കാണും, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ, ഭക്ഷണം ഉണ്ടാക്കാനും മറ്റു കാര്യങ്ങളും സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. പാർക്കുന്ന കൂടാരത്തിൻ്റെ മുറ്റമടിക്കാനും പാത്രം കഴുകാനും ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. ഇവിടെ ഈ സ്ത്രീ കണ്ടിട്ട് വേണ്ടില്ല തോന്നുന്നു. വേലക്കാരിയാണ്, നമുക്ക് വേലയ്ക്കുള്ള കൊണ്ടുപോകാം. സാറായുടെ അഭിപ്രായം അനുസരിച്ച് തന്നെയാണ് അബ്രഹാം ഹാഗാറിനെ കൊണ്ടുപോയത്. ഹാഗാർ ഒരു വേലക്കാരി മാത്രമാണ്. നല്ല ആരോഗ്യമുള്ള, നല്ല സൗന്ദര്യമുള്ള ഒരു പാവം വേലക്കാരി പെണ്ണ്. സാറയുടെ നിർദ്ദേശപ്രകാരം അബ്രഹാം തിരികെ വരുമ്പോൾ ഹാഗാറിനെ കൂടി കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ തീരുമാനമിട്ട് പുറപ്പെട്ടതിന് ശേഷം ചിലപ്പോൾ ചില ദുരാലോചനയ്ക്ക് വശംവദനായി ചിലപ്പോൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചെന്ന് വരാം. അബ്രഹാം വാക്ക് കേട്ട് ഹാഗാറിനെ കൊണ്ടുവന്നത് എന്തു വലിയ വിനയായിപ്പോയി. ആ വേലക്കാരിയെ കൊണ്ടുവന്നത് തലമുറകളിലേക്കുള്ള ഈ ഒരു നാശമായി തീർന്നു. വേലക്കാരിയെ കൊണ്ടുവന്നു, ഹാഗാറിനെ കൊണ്ടുവന്നു. ഈ അബ്രഹാമിന് പറ്റിയ ഒരു വലിയ വീഴ്ചയാണ് 12-ാം അധ്യായത്തിൽ കാണുന്നത്. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരബദ്ധം പറ്റി അബ്രഹാമിന്. ഭാര്യ പറഞ്ഞത് കേട്ടു. ഭാര്യ പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ വാഗ്ദാനം? ഉണ്ടല്ലോ. ഇപ്പോൾ വർഷത്തിലായി ആ വാഗ്ദാനം കിട്ടിയിട്ട്? 10 വർഷം. ഈ കണ്ട 10 വർഷവും നിങ്ങൾക്ക് ആ വാഗ്ദാനം നടന്നോ? ഇല്ല. നിങ്ങൾക്കൊരു മകനെ തരുമെന്നല്ലേ ദൈവം പറഞ്ഞത്? അതെങ്ങനെയാണ്? നമ്മൾ വിശ്വസിച്ചുകൊണ്ട് വരികയല്ലേ. വൈകിയാലും നന്നായിട്ട് കാത്തിരിക്കണമെന്നല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്ന പാഠങ്ങൾ. ദൈവം ഈ ഞാൻ തന്നെ പ്രസവിച്ച് ഒരു മകനെ തരുമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അബ്രഹാം ഒന്ന് ഓർത്തു, ശരിയാണല്ലോ, നല്ല ബുദ്ധിയാണല്ലോ പറയുന്നത്. ഞാൻ തന്നെ പ്രസവിക്കുന്ന ദൈവം പറഞ്ഞില്ലല്ലോ. നിനക്കൊരു മകനുണ്ടാകുമെന്നല്ലേ ദൈവം പറഞ്ഞുള്ളൂ. നിനക്ക് ആ മകനിൽ കൂടി സന്തതി പരമ്പരകളുണ്ടാകുന്നല്ലേ ദൈവം പറഞ്ഞുള്ളൂ. നിനക്ക് ഈ ഞാൻ മൂലം, നിൻ്റെ ഭാര്യയായ സാറ, ഈ ഞാൻ മൂലം തന്നെ ഒരു മകനുണ്ടാകുമെന്ന് ദൈവം പറഞ്ഞായിരുന്നോ? ഇല്ല. എന്നാൽ ദൈവം പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയാൻ പാടില്ലല്ലോ. എൻ്റെ ദാസിയായ ഹാഗാർ, അവളെ നീ ഭാര്യയായിട്ട് എടുത്തോളൂ, ഞാൻ അനുവദിച്ചിട്ടില്ലേ. കാരണം ദൈവം പറഞ്ഞ വാക്ക് നിറവേറണമല്ലോ. നമുക്കൊരു മകൻ വേണ്ടേ? ഈ ഹാഗാറിനെ നീ ഭാര്യയായിട്ട് എടുത്താൽ അവളൊരു മകനെ പ്രസവിച്ചാൽ മതിയല്ലോ, ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറുമല്ലോ. നിൻ്റെ മകനല്ലേ, നിനക്കൊരു മകനെ തരുന്നല്ലേ പറഞ്ഞുള്ളൂ. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഭാര്യ പറയാവുന്ന വാക്കല്ല അത്. സാറ അബ്രഹാമിനെ തെറ്റിലേക്ക് നയിക്കുകയായിരുന്നു. പലപ്പോഴും അങ്ങനെയാണ്, നമ്മുടെ വീടുകളിലൊക്കെ തന്നെയുണ്ട്. ഒരുപക്ഷെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മറ്റുള്ളവരെ തെറ്റിലേക്ക് നയിക്കുന്നു. തെറ്റിലേക്ക് ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ തെറ്റിലേക്ക് നയിക്കുന്നു.
അത്ര ചിന്തയില്ലാത്ത വാക്കുകൾ പറയുന്നത് മൂലം, ബുദ്ധിയില്ലാത്ത വാക്കുകൾ പറയുന്നത് മൂലം, ചിന്തിച്ച് പറയാത്തത് മൂലം, അതിൻ്റെ വരുമരൈകളെല്ലാം നല്ലതുപോലെ ചിന്തിച്ച ശേഷം പറയുകയാണെങ്കിൽ തെറ്റായ വഴിയിൽ കൂടെ പോവുകയില്ല. ഹാഗാറിൻ്റെ അടിയിലേക്ക് അബ്രഹാം ചെന്നു. ഹാഗാർ ഗർഭം ധരിച്ചു. നോക്കൂ, 16-ാം അധ്യായത്തിൽ വന്ന വലിയൊരു വിനയാണ്. ഈ 16-ാം അധ്യായത്തിൽ ഇപ്പോൾ ഈ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. സാറ പറഞ്ഞതനുസരിച്ച് അബ്രഹാം ഹാഗാറിനെ സ്വന്തം ഭാര്യയായി സ്വീകരിച്ചു. ഹാഗാർ ഗർഭിണിയായി. അപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്. നല്ല ഐശ്വര്യം ഉണ്ടായിരുന്ന തറവാട്ടിൽ പ്രശ്നം തുടങ്ങി. വേലക്കാരി അബ്രഹാമിൻ്റെ അടുക്കൽ സ്വാതന്ത്ര്യത്തോടെ പെരുമാറുന്നു. സാറയെ അവഗണിക്കുന്നു. സാറ വിചാരിച്ചിട്ടും പ്രസവിക്കാൻ പറ്റാത്തതിനോണ്ടാണല്ലോ എന്നെ ഭാര്യയാക്കി എടുക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ സാറ ഒരു കുറവുള്ളവളാണ് എന്ന് ഹാഗാറിന് തോന്നുന്നു. നോക്കൂ, ആ വീട്ടിൽ അന്തഃഛിദ്രം തുടങ്ങി. വീട് കലങ്ങി. പ്രിയപ്പെട്ടവരെ, അനേകം കുടുംബങ്ങളും കലങ്ങിയിരിക്കുകയാണ് പല കാരണങ്ങളാൽ. ഇങ്ങനെയുള്ള കാരണങ്ങളാകണമെന്നില്ല. പല കാരണങ്ങളാൽ അനേകം കുടുംബങ്ങൾ കലങ്ങിയിരിക്കുന്നു. കലക്കമുണ്ട് കുടുംബങ്ങൾ. അബ്രഹാം പിതാവിൻ്റെ ഭവനത്തിലും കലക്കമുണ്ടായി. നിങ്ങളൊന്ന് ചിന്തിക്കൂ, നിങ്ങളുടെ കുടുംബത്തിൽ കലക്കമുണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ, ഏതെങ്കിലും വിഷയത്തിൽ കലക്കമുണ്ടോ? ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസം വരുന്നുണ്ടോ? ഭാര്യയും ഭർത്താവും ഒരു മനസ്സാണോ, ഒരു ഹൃദയമാണോ? ചില കാര്യങ്ങൾ ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തെങ്കിൽ പോലും പിന്നെയും ആ തീരുമാനങ്ങളിൽ നിന്ന് ഒരാൾ ഊർന്നു പോയത് മൂലം തെറ്റുകൾ പിന്നെയും സംഭവിക്കുന്ന അനുഭവം ഉണ്ടായിട്ടില്ലേ? തെറ്റുകൾ സംഭവിക്കുന്ന കുടുംബങ്ങളിലെ ഐക്യം നഷ്ടപ്പെട്ടു പോകുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ഹൃദയമായിരുന്നത് ഇതാ ഇപ്പോൾ 2 ഹൃദയമായി മാറിയിരിക്കുന്നു. ഒരു മനസ്സായിരുന്നത് അത് ഭിന്നിച്ചു പോയിരിക്കുന്നു. കുടുംബകലഹം അതൊരു പ്രധാന വിഷയമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ പല നാളത്തെയും ചിന്തയിൽ ആധാരമായിരിക്കുന്ന കുടുംബസമാധാനം എന്നുള്ളതാണ്. കുടുംബസമാധാനം, നമുക്കൊക്കെ ഒരു കുടുംബസമാധാനം വേണം. കുടുംബത്തിലൊരു ഐക്യം വേണം. കുടുംബത്തിൽ സമാധാനം വേണം. ഭാര്യയും ഭർത്താവും ഒരു ഹൃദയം. ഭാര്യ ഭർത്താവിനെ ഭയന്നല്ല. ചില കുടുംബങ്ങൾ അങ്ങനെയാണ്. ഒരു ഹൃദയം എന്ന് പറയും ഭർത്താവിന് ഭയന്നാണ്. ഒരിക്കലും പാടില്ല. ഭാര്യ ഭർത്താവിനെ ഭയന്ന് പേടിച്ചോ അല്ല, അനുസരിക്കുന്നത്, എല്ലാം സന്തോഷമായി സ്വീകരിക്കുന്നത് അത് ഭയന്നല്ല, സ്നേഹമാണ്. ആ കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് സ്നേഹമാണ്. ഐശ്വര്യം, സ്നേഹം. നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെയുണ്ട്? ഈ സ്നേഹത്തിൻ്റെ അന്തരീക്ഷം പുലർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒന്നും മറച്ചു വയ്ക്കാനില്ലാതെ ഭാര്യയും ഭർത്താവും ഉള്ളു തുറന്ന് സംസാരിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? വളരെ ലളിതമായൊരു കാര്യം ഞാൻ ചോദിക്കാം. നിങ്ങൾ ഭർത്താവിന് ജോലിയുണ്ട്, ഭർത്താവിന് ശമ്പളമുണ്ട്. ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല. ജോലിയില്ലെന്നല്ല, പിടിപ്പത് പണിയുണ്ട്. വീടല്ലേ, കുഞ്ഞുങ്ങൾക്ക് ജോലി, കുഞ്ഞുങ്ങൾക്ക് ആഹാരം, ഭർത്താവിന് ആഹാരം എന്ന് വേണ്ട എന്തുമാത്രം ജോലികൾ ഭാര്യയ്ക്ക്. പറയാനുള്ള ജോലിയൊന്നും ഇല്ല എന്നേ ഉള്ളൂ. നല്ല ജോലിയുണ്ട്. എന്നാൽ ആ കുടുംബത്തിൽ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് താമസിക്കുമ്പോൾ ജോലിയുള്ള ഭർത്താവ് അവൻ്റെ ശമ്പളം എത്രയാണെന്ന് എന്തെങ്കിലും ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ? ചിലർ പറയില്ല. എനിക്ക് ഇത്ര ശമ്പളമുണ്ട് എന്ന് പറയില്ല. കാരണം അത് അവൻ്റെ സ്വന്തം സമ്പാദ്യം എന്നാണ് അവൻ്റെ വിചാരം. ഭർത്താവിൻ്റേതല്ല സമ്പാദ്യം, ഭർത്താവിൻ്റെയും ഭാര്യയുടെയും കൂടിയാണ് സമ്പാദ്യം. ഭാര്യ കുടുംബകാര്യങ്ങൾ നോക്കിയതുകൊണ്ടല്ലേ ഭർത്താവിന് ജോലിക്ക് പോകാൻ പറ്റിയത്. ഇതൊരു വലിയ ഗൗരവമേറിയ മർമ്മപ്രധാനമായ വിഷയമാണ് ഞാനീ പറയുന്നത്. ഗൗരവമേറിയ വിഷയമാണ്. ചില ഭർത്താക്കന്മാർ ഭാര്യയോട് തുറന്നു പറയില്ല, എത്രയുണ്ട് ശമ്പളം എന്ന് പറയില്ല. അങ്ങനെയുള്ള നിങ്ങളാരെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെയുള്ളവർ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ കൂട്ടായ്മയിൽ തന്നെയുണ്ട്. എല്ലാം മറച്ചു വയ്ക്കും. ഭാര്യയുടെ അടുക്കലെല്ലാം മറച്ചു വയ്ക്കും. പലപ്പോഴും ഏതെങ്കിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ, അത് പ്രവൃത്തിപഥത്തിൽ വരുത്തണമെങ്കിൽ പൈസ വേണം. ആ പൈസ ഒരുപക്ഷെ ഭർത്താവ് ചെലവഴിക്കുക അല്ലാതെ വേറെ പോകാൻ വഴിയില്ല. ഇത്രയെന്ന് ഭർത്താവോട് പറയുകയുമില്ല. അവസാനം ഭർത്താവ് ചെലവഴിക്കണമെന്ന് ഭാര്യ നിർബന്ധം പിടിച്ചാൽ വീട്ടിൽ വഴക്കായി. വീട്ടിൽ അരിയില്ല, അല്ലെങ്കിൽ മുളകില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ സാധനങ്ങളില്ല, പഞ്ചസാരയില്ല, ചായപ്പൊടിയില്ല. ഇതൊക്കെ എല്ലാം അപ്പോഴപ്പോൾ ഭാര്യ ഇങ്ങനെ പിന്നാലെ നടന്ന് പറഞ്ഞാണ് ചിലപ്പോഴും പല സാധനം കൊണ്ടുവരുന്നത്. ശമ്പളമുണ്ട്, പൈസയുണ്ട്, സ്വന്തം ഇഷ്ടപ്രകാരം ചെലവഴിക്കുന്ന ഭർത്താവ്. അങ്ങനെയും ഉണ്ട് ചില കുടുംബങ്ങൾ. ചില കുടുംബങ്ങളിൽ ഭാര്യ ഭക്ഷണം കഴിച്ചോ ഭർത്താവിന് ചിന്തയില്ല. മക്കൾ വല്ലതും കഴിച്ചോ അത് ചിന്തയില്ല. മക്കൾക്ക് ഇത്തവണ ഫീസ് കൊടുക്കാൻ പൈസയുണ്ടോ അത് ചിന്തയില്ല. മക്കൾക്ക് ഡ്രസ്സ് വാങ്ങാനുള്ള പൈസയുണ്ടോ അത് ചിന്തയില്ല. അത് പിന്നെ എങ്ങനെ നടക്കും? അത് ഭാര്യ നടത്തിക്കൊള്ളണം, എങ്ങനെയെങ്കിലും നടത്തിക്കൊള്ളണം.
ഇല്ലെങ്കിൽ ഭാര്യയുടെ ആഭരണങ്ങൾ പിടിച്ച് മടിച്ച് അത് വിൽക്കും, അല്ലെങ്കിൽ അത് പണയം വയ്ക്കും. എന്നിട്ട് ആ രൂപ കൊണ്ട് കള്ളു കുടിക്കുകയും ചെയ്യും, മദ്യം കഴിക്കുകയും ചെയ്യും. എത്രയെത്ര കുടുംബങ്ങളാണ് ശിഥിലമായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം, എൻ്റെ കുടുംബം അയഞ്ഞ കുടുംബമാണോ, ശിഥിലമായ കുടുംബമാണോ, തകർന്നുപോയ കുടുംബമാണോ? ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ, ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ പൂർണ്ണ ഐക്യമാണോ, ഒരു മനസ്സാണോ? ഒരു മനസ്സ്, അതാണ് ഐശ്വര്യം. സ്നേഹം, അതാണ് ഐശ്വര്യം. കുടുംബം കലങ്ങിപ്പോയി. അബ്രഹാമിൻ്റെ കുടുംബം കലങ്ങിപ്പോയി. ഏതാ? അബ്രഹാം പിതാവിൻ്റെ കുടുംബം, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ കുടുംബമാണ് കലങ്ങിപ്പോയത്. ചെറിയ കാര്യമല്ല. അബ്രഹാമിന് ആദ്യം ഉൽപ്പത്തി ദിവസം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന പ്രകാരം മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി എന്നൊരു തെറ്റ് വന്നപ്പോൾ അതിനെ തുടർന്ന് പിന്നെയും തെറ്റുകൾ ഇങ്ങനെ ആവർത്തിക്കുകയാണ്. 4 അധ്യായം കഴിഞ്ഞ് 16-ാം അധ്യായത്തിലേക്ക് വന്നപ്പോഴേക്കും ഇതാ ഭാര്യയുടെ ആലോചനയ്ക്ക് അബ്രഹാം വഴിപ്പെട്ടു. അബ്രഹാമിന് ഹാഗാറിൽ ഒരു കുഞ്ഞ് പിറന്നു. ശിശു ജനിച്ചില്ല, ഗർഭസ്ഥമായ അവസ്ഥയിൽ ഇരുന്നു. ഗർഭിണിയായ ഹാഗാർ സാറയെ അവഗണിച്ചു. സാറയെ ഗവനിച്ചില്ല. യജമാനത്തിയാണ് സാറ. പക്ഷേ മുമ്പ് യജമാനത്തിയെ പോലെ തന്നെ വളരെ മാനിച്ച് കഴിഞ്ഞിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ സാറയോട് ഹാഗാറിന് ഒരു മതിപ്പുമില്ല, ഒരു വിലയുമില്ല. പലപ്പോഴും അവൾ സ്വതന്ത്രമായി അബ്രഹാമിൻ്റെ അടുക്കൽ കടന്നു ചെല്ലുന്നു, അബ്രഹാമിനോട് സംസാരിക്കുന്നു. സാറ വേദനയോടെ ഇറങ്ങി മാറുന്നു. ദുഃഖകരമല്ലേ? കരഞ്ഞില്ലെങ്കിൽ വീർപ്പ് മുട്ടുന്നു, ഹൃദയം വീർപ്പ് മുട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. സാറ അവളോട് കാഠിന്യം കാണിച്ചു. ഒന്ന് വായിച്ചു നോക്കാം. അബ്രാമിൻ്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. എന്നാൽ അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഒരു മിസ്രൈമെ ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രാമിനോട്, ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എനിക്ക് ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ. എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കുമെന്ന് പറഞ്ഞു. അബ്രാം സാറായിയുടെ വാക്ക് അനുസരിച്ചു. അബ്രാം കനാൻ ദേശത്ത് പാർത്ത് 10 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്രാമിൻ്റെ ഭാര്യയായ സാറായി മിസ്രൈമെ ദാസിയായ ഹാഗാറിനെ തൻ്റെ ഭർത്താവായ അബ്രാമിന് ഭാര്യയായി കൊടുത്തു. അവൻ ഹാഗാറിൻ്റെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചു. താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദിതയായി. യജമാനത്തിയുടെ കണ്ണിന് നിന്ദിതയായി. അവൾക്ക് യജമാനത്തിയോടൊരു നിന്ദാഭാവം, യജമാനത്തിയോട് ഒരു വില കുറവ്. ഞാനല്ലേ അബ്രഹാമിൻ്റെ ഭാര്യ. യജമാനത്തിയോട് ഒരു അവഗണന, അവളെ നിന്ദിക്കാൻ തുടങ്ങി, നിന്ദിതയായി. പിന്നെ അപ്പോൾ സാറായി അബ്രാമിനോട്, എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി. ഉണ്ടോ? സാറ പറയുകയാണ്, കണ്ടില്ലേ, അബ്രഹാം അപ്പോൾ തിരിച്ചു ചോദിച്ചില്ല, നീ പറഞ്ഞിട്ടല്ലേ എടുത്തതെന്ന് പറഞ്ഞില്ല. അങ്ങനെ കുടുംബം കൂടുതൽ കലങ്ങാനിടയാക്കിയില്ല. പക്ഷേ എങ്കിലും ചോദിക്കുകയാണ്, നീയാണ് ഉത്തരവാദി. ഞാൻ ഇന്ന് ഹാഗാറിനെ നിൻ്റെ അടുക്കലേക്ക് തന്നതുകൊണ്ട് അവൾ ഗർഭം ധരിച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് വന്ന അവമാനത്തിന് നീയാണ് ഉത്തരവാദി. എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി. ഞാൻ എൻ്റെ ദാസിയെ നിന്റെ മാർവിടത്തിൽ തന്നു. നിനക്ക് ഞാൻ എൻ്റെ ദാസിയെ തന്നു. എന്നാൽ താൻ ഗർഭം ധരിച്ചുവെന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്ദിതയായി. അവൾ ഗർഭം ധരിച്ചു എന്ന് കണ്ടപ്പോഴേക്കും ഞാൻ, യജമാനത്തിയായി ഞാൻ ഇപ്പോൾ അവളുടെ കണ്ണിന് നിന്ദിതയായി തീർന്നിരിക്കുന്നു, അപമാനിതയായി തീർന്നിരിക്കുന്നു, വില കുറഞ്ഞവളായി തീർന്നിരിക്കുന്നു. യഹോവ എനിക്ക് നിനക്ക് മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. പറയുമ്പോഴെല്ലാം യഹോവയുടെ നാമത്തിലാണ് എല്ലാവരും സംസാരിക്കുന്നത്, ദൈവനാമത്തിലാണ് പറയുന്നത്, ദൈവനാമത്തിലാണ് സംസാരിക്കുന്നത്. നോക്കണേ, ഇവെല്ലാം അപകടകരമായ കാര്യങ്ങളാണ്. തോന്നിയതുപോലെ ജീവിച്ചിട്ട് ദൈവനാമത്തിൽ സംസാരിക്കുന്നു, അവർക്ക് തോന്നിയതുപോലെ ജീവിച്ചിട്ട് ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുന്നു. എല്ലാം കർത്താവിൻ്റെ കൃപ എന്നെല്ലാം പറയും. ദൈവനാമത്തിലാണ് സംസാരിക്കുന്നത്. ഞാൻ അവളുടെ കണ്ണിൽ നിന്ദിതയായി, യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അബ്രാം സാറായിയോട്, നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു. അബ്രാം പറഞ്ഞു, നീ അല്ലേ യജമാനത്തി, നിന്റെ ദാസിയല്ലേ അവൾ താ നിന്റെ കയ്യിലിരിക്കുന്നു. ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. സ്തോത്രം. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി. ദൈവത്തിന് സ്തോത്രം. അബ്രാം ഒന്ന് പയ്യൊന്ന് അനുവദിച്ചേ ഉള്ളൂ, കഠിനമായി ഉപദ്രവിക്കാൻ തുടങ്ങി. ഏതൊക്കെ തരത്തിലായിരിക്കുമോ ആവോ? ഒരുപക്ഷേ വീട്ടിൽ അബ്രാമിൻ്റെ മുറിക്കകത്തേക്ക് കടക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് കാണും. അതല്ലെങ്കിൽ ഈ വീട്ടിൽ അടുക്കളയിൽ നീ പ്രവേശിക്കേണ്ടതെന്ന് പറഞ്ഞ് കാണും. ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞ് കാണും. നമുക്ക് അറിയാൻ പാടില്ല, അതെല്ലാം ഭാവനയിലിടാമോ എന്നേ ഉള്ളൂ. ഏതായാലും ഹാഗാറിനോട് വളരെ കാഠിന്യമായി പെരുമാറി. അന്തഃച്ഛിദ്രം വർദ്ധിക്കുകയാണ്. കുടുംബം പിന്നെയും കലങ്ങുകയാണ്. ഒന്നിനൊന്ന് കലങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഊരാക്കുരുക്കിൽപ്പെട്ടൊരു അനുഭവമല്ലേ അത്? കുരുക്കിനകത്ത് വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്കൂ. നമ്മുടെ ജീവിതത്തിൽ ചില ഞെരുക്കങ്ങൾ വരുന്നത്, ചില പ്രതിസന്ധികൾ വരുന്നത്, ചില പ്രശ്നങ്ങൾ വരുന്നത്
നാം ചിന്തിച്ച് തിരിഞ്ഞു നോക്കി അനുഭവിക്കേണ്ടതാണ്. എനിക്ക് അബദ്ധം പറ്റിയതാണല്ലോ കർത്താവേ എന്ന് ഓർക്കേണ്ടതാണ്. സാറ തന്ന ദുരുപദേശത്തിന് ഞാൻ ചെവി കൊടുത്തല്ലോ എന്ന് ഓർക്കേണ്ടതാണ്. സാറ തന്നതായ ആ ഉപദേശം ഞാൻ സ്വീകരിച്ചു പോയല്ലോ. എന്തെല്ലാമാണെങ്കിലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റിയില്ല എന്നുള്ള എനിക്ക് തീരുമാനം ഉണ്ടായിരുന്നതാണല്ലോ. എല്ലാം വിട്ട് ഞാൻ കർത്താവിൻ്റെ വഴി പുറപ്പെട്ടതാണല്ലോ. എന്നിട്ട് എങ്കിലും എൻ്റെ ഭാര്യ പറഞ്ഞപ്പോൾ ഞാനത് അനുസരിച്ച് പോയല്ലോ. ആ സ്ത്രീയെ ഹാഗാറിനെ ഞാൻ ഭാര്യയായിട്ട് എടുത്തു പോയല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ അബ്രഹാമിൻ്റെ മനസ്സിൽ വന്ന് വേദനയോടെ കരയേണ്ടതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അനുദപിച്ച് പ്രാർത്ഥിക്കേണ്ടതായിരുന്നു. അബ്രഹാം സങ്കടത്തിലായി. അബ്രഹാം പറഞ്ഞു, നിനക്ക് തോന്നിയ പോലെ ചെയ്തോളൂ, ഞാനതിൽ ഇടപെടുന്നില്ല. അവളോട് നിനക്ക് തോന്നിയ പോലെ, വേലക്കാരിയല്ലേ, അവളോട് നിനക്ക് തോന്നിയ പോലെ ചെയ്തോളൂ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അബ്രഹാം സാറായിയോട്, നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു. നിന്റെ ദാസി നിന്റെ ദാസിയല്ലേ, നിന്റെ കയ്യിലിരിക്കുന്നു. നീ കൊണ്ടുവന്ന ദാസിയല്ലേ, നിന്റെ കയ്യിലിരിക്കുന്നു. ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. നിനക്ക് ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് അബ്രഹാം സാറായിയോട് പറഞ്ഞു. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി. ദൈവത്തിന് നിൽക്കാൻ നിർവാഹമില്ലാതായി ഓടിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ ഈ സംഭവം വിവരിക്കുമ്പോൾ ദയവായി നിങ്ങൾ ഓർക്കുക, ഈ വീട്ടിൽ നിന്ന് ഓടിപ്പോയാൽ മതിയായിരുന്നു ചിന്തിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ ദൈവമേ, ഈ വീട്ടിൽ ഞാൻ വന്നു പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഈ കുടുംബത്തിലേക്ക് എന്നെ കെട്ടിക്കൊണ്ട് വന്നു പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് ഈ വിധി വന്നു പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനത്തെ ഒരു ഭർത്താവിനെയാണല്ലോ എനിക്ക് കിട്ടിയതെന്ന് ഓർക്കുന്ന ആളുകളുണ്ട്. എൻ്റെ ദൈവമേ, എനിക്ക് മക്കൾ ഉണ്ടാകണ്ടായിരുന്നു, ഇതുപോലുള്ള മക്കളെയാണല്ലോ എനിക്ക് കിട്ടിയത്, എൻ്റെ കർത്താവേ സമാധാനം ഇല്ലല്ലോ എന്ന് ഓർക്കുന്ന ആളുകളുണ്ട്. വീടിനകത്തുള്ള അന്തഃഛിദ്രം മൂലം ഹാഗാർ അവിടെ വിട്ട് ഓടിപ്പോയി. അടുത്ത വാക്യം വായിക്കാം. ഓടിപ്പോയി. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിൻ്റെ അരികെ, ശൂര്യന് പോകുന്ന വഴിയിലെ നീരൂറിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. ഈ ഹാഗാർ ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ ചൂട് പിടിച്ച മണലിൽ ചവിട്ടി പാവം ചുട്ടുപഴുത്ത മണലിൽ ചവിട്ടിക്കൊണ്ട് കാല് പൊള്ളിക്കൊണ്ട് ഈ പൂർണ്ണ ഗർഭിണിയായ ഹാഗാർ ഒരിറ്റു വെള്ളമില്ലാത്ത മരുഭൂമിയിൽ കൂടി അലഞ്ഞ് ഉലഞ്ഞ് ഉഴന്ന് നടന്ന് നീങ്ങുമ്പോൾ ഇതാ പെട്ടെന്ന് രണ്ട് കാര്യങ്ങൾ കണ്ടു. ഒന്ന് ഒരു നീരുറവ്, മറ്റൊന്ന് ദൈവത്തിൻ്റെ ദൂതൻ. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഓർക്കുക, നാം എത്ര വലഞ്ഞിരുന്നാലും, എത്ര തകർന്നു പോയാലും, ഊരാക്കൊരുക്കുകൾ വന്നാലും, അഴിയാക്കൊരുക്കുകൾ വന്നാലും, നമ്മളെ വിളിച്ച് പുറപ്പെടുവിച്ച ഒരുവനുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ക്രിസ്തു വഴിയോരത്ത് നമ്മെ കാത്തു നിൽക്കും. എല്ലായിടത്തും നമുക്ക് പ്രവേശനമില്ലാതിരിക്കും. എല്ലായിടത്തും നമ്മെ തള്ളിക്കളഞ്ഞു വന്നിരിക്കും. പലരും നമ്മെ പുച്ഛിച്ചു വന്നിരിക്കും. പലരും നമ്മെ പരിഹസിച്ചു വന്നിരിക്കും. എന്നാൽ കർത്താവായ യേശുക്രിസ്തു വഴിയോരത്ത് കാത്തു നിൽക്കും. മാത്രമല്ല അടുക്ക തന്നെ ഒരു നീരുറവ് കാണിച്ചു തരും. നീരുറവ്. മരുഭൂമിയിൽ നീരുറവോ? സാധ്യതയില്ല. മരുഭൂമിയിൽ ജലപ്രവാഹത്തിൻ്റെ സാധ്യതയുമില്ല. മരുഭൂമി മണലാരണ്യമാണ്. അവിടെ വെള്ളം കിനിഞ്ഞു വരികയില്ല. വെള്ളം വരാൻ സാധ്യതയില്ലാത്ത ആ മരുഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തു എഴുന്നള്ളി വന്നു. ഈ ദൂതൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. തൃത്വത്തിൽ രണ്ടാമനായ ക്രിസ്തു ശരീരപ്രകാരം ഭൂമിയിൽ ജനിച്ചിട്ടില്ല. പക്ഷേ യേശുക്രിസ്തു ആദ്യന്തവിഹീനാണ്, ആദ്യം അന്തമില്ലാത്തവനാണ്. വേദപുസ്തകത്തിൽ പലയിടത്തും ദൂതൻ എന്ന് പറയുന്നത് പലതും കർത്താവായ യേശുക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. സ്വന്തം യജമാനൻ്റെ ഭവനത്തിൽ നിന്ന് യജമാനൻ്റെ ശിശുവിനെയും വഹിച്ചുകൊണ്ട് പാവം സ്ത്രീ, പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ വലഞ്ഞ് പോകുന്നത് കണ്ട് കർത്താവിന് സഹതാപം തോന്നി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കൂ, ജീവിതത്തിൽ വിരസത വരുമ്പോൾ നിങ്ങളോട് സഹതപിക്കുന്ന ഒരു ദൈവമുണ്ട്. ജീവിതത്തിൽ സങ്കടങ്ങൾ പെരുകുമ്പോൾ നിങ്ങളോട് സഹതാപത്തോടെ, നിങ്ങളെ സ്നേഹത്തോടെ നിന്ന് നിങ്ങൾ സമീപിക്കുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ രോഗക്കിടക്കയിൽ കിടന്ന് എളിവിരിക്കൊള്ളുമ്പോൾ നിങ്ങളുടെ അരികത്ത് വന്ന് നിങ്ങളെ തലോടുന്നൊരു ദൈവമുണ്ട്. ഒന്നും എൻ്റെ ജീവിതത്തിൽ കർത്താവേ, ഈ ലോകത്തിൽ ഒന്നും എന്നെ പിറകോട്ട് വലിക്കല്ലേ എന്നുള്ള ഒരു വലിയ സമർപ്പണം നിങ്ങൾക്ക് വരണം. ഈ ലോകത്തിലുള്ള യാതൊന്നും എന്നെ പിറകിലേക്ക് വലിക്കല്ലേ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശുവിനോട് അടുക്കുന്നതിന് തടസ്സമായി ഒരു വിലങ്ങുതടിയും എൻ്റെ പിന്നിലുണ്ടാകല്ലേ. യേശുവിൻ്റെ അടുക്കൽ തന്നെ വലിച്ചു കളയുന്നതായി യാതൊരു ശക്തിയും എൻ്റെ ജീവിതത്തിൽ വരല്ലേ. പ്രാർത്ഥിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു കാരണവശാലും എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുത്. എൻ്റെ നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകരുത്. നിത്യസ്വർഗം നഷ്ടപ്പെട്ടു പോകരുത്. എൻ്റെ കർത്താവേ, എനിക്ക് ഒറ്റ കാര്യം മാത്രം മതി. നീ എന്നെ കാത്തുകൊള്ളണമേ, നീ എന്നെ സൂക്ഷിച്ചുകൊള്ളണമേ. കർത്താവേ, എനിക്ക് യോഗ്യതയില്ല എങ്കിലും ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ നിൻ്റെ പാദം ഒന്ന് മൊത്തട്ടെ. ഹല്ലേലൂയ. നിൻ്റെ പാദം ഞാൻ ചുംബിച്ചു കൊള്ളട്ടെ. ആ തിരക്തം വാർന്നൊഴുകുന്ന പാദം ഞാൻ ചുംബിച്ചു കൊള്ളട്ടെ.
എൻ്റെ കർത്താവേ, ആ പാദം ചുംബിക്കുമ്പോൾ എൻ്റെ കർത്താവേ, ഏതോ ഒരു അത്ഭുത ശക്തി എൻ്റെ മേൽ ഇറങ്ങുമെന്ന് എനിക്കറിയാം. ഞാൻ വിശ്വസിക്കുന്നു. തൃപ്പാദം ചുംബിക്കുമ്പോൾ ആ തിരക്തത്തിൻ്റെ അത്ഭുത ശക്തി എൻ്റെ മേൽ പകരുമെന്നും അത് എൻ്റെ ഹൃദയത്തിൽ കൂടി പ്രവഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. നാഥാ, നിൻ്റെ കൈകൾ മുറിവേറ്റതും നിൻ്റെ കാലുകൾ മുറിവേറ്റതും നിൻ്റെ ചങ്കിൽ കുന്നം കൊണ്ട് കുത്തിയതും കർത്താവേ, നിൻ്റെ ഒഴുചാല് പോലെ കീറിയതും എല്ലാം എനിക്ക് വേണ്ടിയാണല്ലോ. എനിക്ക് വേണ്ടി എൻ്റെ പാവം നീ വഹിച്ചുകൊണ്ടാണല്ലോ. ഞാൻ വിശ്വസിക്കുന്നു. ഇനിമേൽ പാവത്തിന് എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല, കാരണം നീ എനിക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിമേൽ പിശാചിന് എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല, കാരണം യേശു ക്രിസ്തു സാത്താൻ്റെ തല ചതച്ചു കളഞ്ഞിരിക്കുന്നു. പാമ്പിൻ്റെ തല ചതച്ചു. ഞാൻ ഇന്ന് സ്വതന്ത്രനാണ്. ഹല്ലേലൂയ. കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഏകാന്തതയിൽ ഏകാഗിയായി പോകുന്ന ഹാഗാറിന് വെളിപ്പെട്ട അതേ നാഥൻ തന്നെ ഇപ്പോൾ നിങ്ങളുടെ അരികത്ത് വന്നുകൊണ്ട് പറയുന്നു, മോളെ, നീ എൻ്റെ അരികിലേക്ക് വരുമോ? മോനെ, നീ എൻ്റെ അരികിലേക്ക് വരുമോ? ഞാൻ നിന്നെ തൊടട്ടെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ, നിൻ്റെ തലമേൽ എൻ്റെ കരം വെക്കട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. അവൻ്റെ കരം വയ്ക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തീരുമാനം പറയൂ, കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക മാത്രം, നിൻ്റേത് മാത്രം യേശുവേ, നിൻ്റേത് മാത്രം യേശുവേ. ഇനി പഴയ പോലെ ജീവിക്കുകയില്ല, ഞാൻ നിൻ്റേതായി മാത്രം ജീവിക്കും. യേശുവേ, തൃക്കരൻ്റെ തലമേൽ വെക്കണമേ. ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർ ഇരു ഉയർത്തിപ്പിടിക്കൂ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ജീവനുള്ള രക്ഷിതാവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് വരുവാൻ ഞങ്ങൾ കൃപ തന്നതിനായി സ്തോത്രം. ഇത്രമാത്രം ഞങ്ങളുടെ അടുത്തിരിക്കുന്ന യേശുവിനെ ഞങ്ങൾക്ക് ലഭിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നിൻ്റെ തിരുമുറിവുകളെ ഞങ്ങൾ തഴുകട്ടെ, നിൻ്റെ തൃപ്പാദത്തിൽ ഞങ്ങൾ വീഴട്ടെ, ഞങ്ങൾക്കുള്ളതെല്ലാം അടിയറ വയ്ക്കട്ടെ. കർത്താവേ, ഈ ജനത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, എല്ലാവരെയും വാഴ്ത്തണമേ. എൻ്റെ പ്രിയൻ്റെ രണ്ടാമത്തവരിനു വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. നാഥ, അവിടെ രണ്ടാമത് വരുമ്പോൾ പറന്നു വരുന്ന അനേകം വിസ്തമാരുടെ കൂടെ ഞങ്ങളും ആ നിരയിൽ ചേരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.